ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നലെ ഒരു ജോഡി പ്രാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. ഈ കൂട്ടിലാണ് ഇട്ടിക്കുന്നത്. കാണിച്ചു തരാം. ആഹാരം ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തു. ഗോതമ്പും വെള്ളവും വെച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ചിറകിൻ്റെ 8 തൂവലൊക്കെ വെട്ടി കൊടുത്തു. കാണിച്ചു തരാം. ആണ് വെട്ടിയത്. ഇത് ഫീമെയിൽ പ്രാവിൻ്റെ തൂവലാണ്. ഇത് മെയിൽ പ്രാവിൻ്റെ തൂവലുമാണ്. പിന്നെ ഞാൻ അന്ന് നട്ട തക്കാളി വിത്തിൽ നിന്ന് തക്കാളി തൈയൊക്കെ പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ നേരത്തെ ചിറകൊക്കെ വെട്ടിയിട്ട് വെളിയിലൊക്കെ നിർത്തി കേട്ടോ. വെളിയിൽ നിർത്തിയപ്പോൾ ആദ്യം കുറച്ച് വലുതായിട്ട് പറന്നു. അപ്പോൾ പിന്നെ ചിറകിൻ്റെ 2 തൂവലും വെട്ടിയൊക്കെ കൊടുത്തു. പിന്നെ ഇത് നമ്മളൊക്കെ വെളിയിലൊക്കെ ഉള്ളപ്പോഴേ വിടാനൊക്കെ വെക്കും. ഇവിടെ പൂച്ചയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാക്കയുടെ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെളിയിലൊക്കെ നിൽക്കുമ്പം ഇവിടെ ഉള്ളു. അധികം പറക്കൂല. പിന്നെ ഇവിടെ ഓട്ടിക്കൊക്കെ ചെയ്ത് നമ്മളെ പിടിക്കാൻ നേരം. അടിയിലൊക്കെ കയറി പോകണോണ്ട് തുണിയൊക്കെ വെച്ച് മറച്ച്. പിന്നെ ഇതിന് കയറാൻ വേണ്ടി ഒരു ഡോറിൽ ഈ സംഭവം വെച്ച് കൊടുത്തു. പിന്നെ ബാക്കിലൊക്കെ മറച്ച്. പൂച്ചയായാലും അടിയിൽ കൂടെ കയറിയാലും എൻ്റെ കാലിനെയൊക്കെ പിടിക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ അത്രയും ഗ്യാപ്പുണ്ട് ശകലം. ഈ വെള്ള ഫീമെയിലിൻ്റെ പ്രാവിൻ്റെ ഇതൊക്കെ പോവും കാല്. പിന്നെ അവിടെ വലുതായിട്ട് കാലൊക്കെ പോണോണ്ട് നെറ്റൊക്കെ വെച്ച് അടിച്ചു. പിന്നെ ഇവിടെ നേരത്തെ ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ ഓട്ടിച്ച് ഇത്. അതുകൊണ്ട് ഇവിടെ ഇനി തുറന്നിടുമ്പോഴൊക്കെ അങ്ങോട്ട് തോന്നുന്നതുകൊണ്ട് ഇവിടെ ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട്. ഇനി അങ്ങ് താഴെയൊക്കെ അവിടെയൊക്കെ പോവാതെയൊക്കെ ഇത് നോക്കണം. ഇവിടെയൊക്കെ തന്നെ നിന്ന് അതിനെ ശീലിപ്പിക്കണം. ഇനിയുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ കൂടെയൊക്കെ കയറിയാൽ അങ്ങ് മേളിലോട്ടൊക്കെ കയറിപ്പോവും. പിന്നെ അത് ഷീറ്റിൻ്റെ മണ്ടയിൽ കയറിയാൽ തന്നെ ഇവിടെ നിന്ന് ചാടിയാൽ അങ്ങൊക്കെ കയറിപ്പോവും. ഇനി ഇതിന് പ്യാഡിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പ്യാഡിയൊക്കെ മാറ്റിയെടുക്കണം. ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് പ്യാഡിയൊക്കെ മാറ്റിയെടുക്കണം. കയ്യിൽ വെച്ച് ആഹാരം വെച്ച് വിളിക്കുമ്പോൾ കയ്യിലൊക്കെ കയറി വരാൻ കണക്കിന് അങ്ങനെയൊക്കെ പ്യാഡി മാറ്റി എടുക്കണം. നാളെ ഇതിനെ പുറത്തൊക്കെ എടുക്കും. എനിക്കിത് ചെറുതായിട്ട് പിടിക്കാനൊക്കെ പ്യാഡിയുണ്ട്. എന്നാലും ചെറുതായിട്ടൊക്കെ പിടിക്കും. കൂടുതൽ അമ്മയൊക്കെയാണ് പിടിക്കുന്നത്. ചിറക് വെട്ടാൻ എനിക്ക് ഇങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരന് ഇങ്ങനെ പ്രാവും പാറാവയൊക്കെ വളർത്തി ശീലമുണ്ട്. പിന്നെ അവനാണ് വന്ന് വെട്ടിയൊക്കെ തന്നത്. അല്ലെങ്കിൽ ഞാൻ വെട്ടിയാൽ കൂടുതൽ വെട്ടും. പിന്നെ അതിന് കുറച്ച് ചാടി കൂട്ടിലൊക്കെ കയറാൻ ഒക്കൂല. ഇനി നാളെ ഇതിനെ വെളിയിൽ ഇറക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടെ ഇട്ടിക്കാം. ബൈ.